எங்களை அவன்தான் இந்த வயதில் பார்த்துப்பான்னு நினச்சி ஆனால் எங்கள் കാലത്തുക്കപ്പുറം അവനെ ആര് പാത്തപ്പേ അതും പറഞ്ഞുകൊണ്ട് ആ വൃദ്ധ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു. പോണ്ടിച്ചേരിയിൽ പഠിക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു തവണ ഉണ്ടായ അനുഭവമാണ്. അപ്പോഴും ആ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും 18 വയസ്സ് തോന്നിക്കുന്ന ആ പയ്യൻ ഞങ്ങളെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ജനിച്ച് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ആണെന്ന് തിരിച്ചറിഞ്ഞ് നിസ്സഹായാവസ്ഥയിലായ മാതാപിതാക്കളായിരുന്നു അവർ. ഓടി നടന്ന് ജോലി ചെയ്ത് അച്ഛൻ്റെയും അമ്മയും കാര്യങ്ങൾ നോക്കി അച്ഛനും അമ്മയ്ക്കും താങ്ങാവേണ്ട പ്രായത്തിൽ ആ മകനെയും കൊണ്ട് മകൻ്റെ കൈപിടിച്ച് അച്ഛനും അമ്മയും കൈപിടിച്ച് വേണം നടക്കാൻ. ജോലിക്ക് പോകാൻ പറ്റില്ല, സ്വന്തം കാര്യങ്ങൾ തന്നെ പലപ്പോഴും സ്വന്തമായി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്ന മകനെയും കൊണ്ട് ഹോസ്പിറ്റലുകൾ തോറും കയറി ഇറങ്ങേണ്ടി വരുന്ന അച്ഛനെയും അമ്മയുടെയും മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. നമ്മൾ പലപ്പോഴും ചുറ്റിനും കണ്ടിട്ടുണ്ടാവും. പരന്ന മുഖവും തള്ളിയ നാക്കുകളൊക്കെയായി നടക്കാൻ ബുദ്ധിമുട്ടുന്ന, മറ്റു പല അസുഖങ്ങളും കേൾവിക്കും കാഴ്ചയ്ക്കും ഒക്കെ ബുദ്ധിമുട്ടുകളുള്ള, ഹൃദയ സംബന്ധിയായ തകരാറുകളുള്ള കുട്ടികളെ, ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളെയും മുതിർന്നവരൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റിനും കണ്ടിട്ടുണ്ടാവും. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ 800 പേരിൽ ഒരാൾക്ക് എന്ന രീതിയിൽ ഡൗൺ സിൻഡ്രോം എന്ന അസുഖം ബാധിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷബ്ന എസ്. ഇന്ന് മാർച്ച് മാസം 21-ാം തീയതി ലോക ഡൗൺ സിൻഡ്രോം ദിനമായി ആചരിക്കുന്നു. എന്താണ് ഡൗൺ സിൻഡ്രോം, അതിൻ്റെ പ്രാധാന്യം എന്താണ്, കരുതലുകൾ, ചികിത്സകൾ തുടങ്ങിയ കാര്യങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മാർച്ച് 21-ാം തീയതി ഡൗൺ സിൻഡ്രോം ദിനമായി ആചരിക്കുന്നത്. എന്താണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയായി എന്നുള്ള കാര്യത്തിന് കൂടെ നമ്മൾ ഉത്തരം ആലോചിക്കണം. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ ചേർന്നാണ്. ഓരോ കോശത്തിലും അച്ഛനും അമ്മയിൽ നിന്നും തുല്യമായി വന്ന 23 ജോഡി ക്രോമസോമുകൾ, അതായത് മൊത്തം 46 ക്രോമസോമുകളുണ്ട്. ഇതിൽ 23 ജോഡി ക്രോമസോമുകളാണ് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വരുന്നത്. ഇതിൽ 21-ാമത്തെ ജോഡിയിൽ സാധാരണ നിലയിൽ 2 ക്രോമസോം ഉണ്ടാവുന്നതിന് പകരം 3 എണ്ണം ഉണ്ടാവുന്നതാണ് ഡൗൺ സിൻഡ്രോം എന്ന ജനിതക വ്യതിയാനത്തിന് കാരണം. ഡൗൺ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പരന്ന മുഖം, ചരിഞ്ഞ കണ്ണുകൾ, തള്ളിയ നാക്ക്, ചെറിയ വായ, അതുപോലെ നമ്മുടെ കൈരേഖയിലുള്ള പ്രത്യേകത സിമിയൻ ക്രീസ് എന്ന് പറയും. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീളുന്ന ഒറ്റ രേഖ, കാൽവിരലിൽ തള്ളവിരലിനും മറ്റു വിരലുകൾക്കിടയിലുള്ള അകല കൂടുതൽ, അതുപോലെ ഹൃദയ സംബന്ധിയായ തകരാറുകൾ, കാഴ്ചയ്ക്കും കേൾവിയിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയാണ് ഡൗൺ സിൻഡ്രോമിൻ്റെ പ്രധാന ലക്ഷണം. ശീലം ബുദ്ധിവികാസത്തിലും ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ജീവിതത്തെയും ജീവിത നിലവാരത്തെയും ഒക്കെ ബാധിക്കുന്നു. ഡൗൺ സിൻഡ്രോം എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ അതിനുള്ള ടെസ്റ്റുകളാണ് ട്രിപ്പിൾ ടെസ്റ്റ്, ക്വാഡ്രപ്പിൾ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാനിങ് തുടങ്ങിയവയാണ്. അതുപോലെ ആംനിയോസിന്തസിസ്, കാരിയോടൈപ്പിംഗ്, കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് തുടങ്ങിയ പരിശോധനകൾ നമ്മൾ ചെയ്യുന്നു. പ്രായം കൂടുതലുള്ള അമ്മമാരിലും പ്രായം തീരെ കുറഞ്ഞ 20 വയസ്സിനുള്ള താഴെയുള്ള അമ്മമാരിലുമാണ് ഡൗൺ സിൻഡ്രോം സാധ്യത കൂടുതലായി കാണുന്നത്. എന്താണ് ഡൗൺ സിൻഡ്രോമിൽ നമ്മൾ ചെയ്യേണ്ടത്? അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ ടെസ്റ്റുകളും ചികിത്സകളും നൽകുക. ഉദാഹരണത്തിന് ഹൃദയ സംബന്ധിയായ അസുഖമുള്ള കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളും നൽകുക. തൈറോയ്ഡ് പോലെയുള്ള ഹോർമോണുകളുടെ ലെവലൊക്കെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, ആവശ്യമായ സപ്പോർട്ടുകൾ നൽകുക എന്നൊക്കെയാണ്. പിന്നെ അതുപോലെ തങ്ങളുടെ കുട്ടി ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയാണെന്ന് അറിയുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ, നിസ്സഹായാവസ്ഥ വളരെ വലുതാണ്. ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാതാപിതാക്കൾക്ക്, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. അല്ലാതെ കുഞ്ഞുങ്ങൾക്ക്, ഡൗൺ സിൻഡ്രോം ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് പോഷക സമ്പുഷ്ടമായ ആഹാരം നൽകുക, രോഗപ്രതിരോധ ശേഷി നിലനിർത്തുക, കുത്തിവയ്പ്പുകളൊക്കെ കൃത്യമായിട്ട് നൽകുക എന്നീ കാര്യങ്ങൾ ഡൗൺ സിൻഡ്രോം ബാധിതരായ വ്യക്തികളുടെ ജീവിത ദൈർഘ്യവും ജീവിത നിലവാരവും ഉയർത്തിക്കൊണ്ടുവരാൻ വൈദ്യശാസ്ത്രത്തിൻ്റെയും നന്മയുള്ള ഒരു സമൂഹത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരം കാര്യങ്ങളെ കുറിച്ചുകൂടെ ഓർക്കാനും അത്തരം കാര്യങ്ങളോടുള്ള അവബോധം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുവാനും വേണ്ടിയാണ് മാർച്ച് 21 ഡൗൺ സിൻഡ്രോം ദിനമായി ആചരിക്കുന്നത്. നന്ദി.